കഥ തുടരുന്നു. അതാണ് എനിക്കറിയേണ്ടത്. ഇവൾ അനാഥയാണോ അതോ ഇവളുടെ ഉടമസ്ഥർ തേടി വരുമോ? ഒടുവിൽ നമുക്ക് വീണ്ടും ഇവളെ നഷ്ടമാവുമോ? അങ്ങനെയൊന്നും പേടിക്കേണ്ട രാഘവാരു. എല്ലാം ഞാൻ വിശദമായി പറയാം. നമുക്ക് മഠത്തിലേക്ക് പോവാം. റോഡിലിറങ്ങി നമുക്കൊരു ഓട്ടോ പിടിക്കാം. ഓട്ടോയൊന്നും വേണ്ടേ, ഞാൻ പാലക്കാട്ട് നിന്ന് കാറിലാണ് വന്നത്. അപ്പോൾ പാലക്കാട്ടുനിന്ന് വരണത് അല്ലേ? മഠത്തിൽ വന്ന് എന്നെ കാണണമെന്ന് തോന്നിയതേയില്ല. ക്ഷമിക്കണം അബി, നീ തനിച്ചിവിടെ തങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അണ്ണൻ്റെയോ അക്കമാരുടെയോ ഒപ്പമാവുമെന്നാണ് കരുതിയത്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയല്ലേ ചെന്നൈക്ക് വന്നത്? അവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ കാത്തിരുന്നതൊക്കെ വെറുതെയായി. രാഘവേന്ദ്ര പരിഭ്രമത്തിൽ ചുറ്റും കണ്ണോടിച്ചു. ഇതൊരു കോവിലാണ് അബി, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് മഠത്തിൽ ചെന്ന ശേഷം വിശദമായി എല്ലാം സംസാരിക്കാം. കാർ റോഡിൽ വെയിറ്റ് ചെയ്യുന്നു, നീ വരൂ. അയാൾ പുറത്തേക്ക് നടന്നു. നമുക്ക് പോവാം, അബി അമ്മുവിനോട് പറഞ്ഞു. അമ്മ എന്തിനാ അപ്പാവോട് വഴക്കിടുന്നത്? പാവമല്ലേ അപ്പാ, ഒരു വർഷം കഴിഞ്ഞല്ലേ അമ്മ കാണുന്നത്. ഞാൻ വഴക്കിട്ടതല്ല രാഘവി, ഇത്ര കാലം കാണാതെ സങ്കടം കൊണ്ട് ചെന്നൈയിൽ വന്നിട്ടും മഠത്തിലേക്ക് വരാഞ്ഞാൽ എനിക്ക് സങ്കടം വരില്ലേ? അമ്മു തലയാട്ടി. അവർ റോഡിലിറങ്ങിയപ്പോഴേക്കും രാഘവേന്ദ്ര കാറുമായി അരികിലെത്തി. കുട്ടിയെയും കൊണ്ട് അബി കാറിൻ്റെ മുൻസീറ്റിൽ തന്നെയാണ് കയറിയത്. അമ്മുവിനെ രാഘവേന്ദ്രയോട് ചേർത്തിരുത്തി അവൾ. കാർ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് അയാൾ അരികിലിരിക്കുന്ന ബാലികയെ ഒന്ന് ശ്രദ്ധിച്ചു. രാഘവിയെപ്പോലെ തന്നെയുണ്ട്. പൊടുന്നിന് ആ നെഞ്ചിലൂടെ ഒരു ഉഷ്ണസഞ്ചാരമുണ്ടായി. തൻ്റെ മകളുടെ മുഖം രാഘവേന്ദ്രയുടെ ഓർമ്മയിൽ നിറഞ്ഞു. ആ പുഞ്ചിരിയും. അയാൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞ് മുന്നിലെ റോഡ് കാഴ്ചയിൽ നിന്നും മറഞ്ഞു. അരികിലിരുന്ന കുട്ടിയുടെ ചുമലിൽ കൈയിട്ട് രാഘവേന്ദ്ര തന്നോട് ചേർത്ത് പിടിച്ചു. അമ്മുവിന് അമ്പരപ്പും നേരിയ ഭയവും തോന്നി. അപ്പാ, ഉങ്കപ്പ, അബി പറഞ്ഞു കൊടുത്തു. ഇനി ഞങ്ങളുടെ കുളന്തയാ നീ. നിനക്കിനി വേറെ അമ്മാവും അപ്പാവും ഇല്ല രാഘവി. ആ വാചകം കുട്ടിക്ക് ദഹിച്ചില്ല. ഡോക്ടർ ഉമാ മഹേശ്വരിയും ഡോക്ടർ ബാലഗോപാലിൻ്റെയും മുഖങ്ങൾ അവളുടെ മുന്നിൽ തെളിഞ്ഞു. അച്ഛൻ എന്നും സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു. അമ്മയാണ് എപ്പോഴെങ്കിലുമൊക്കെ പിണക്കവും ദേഷ്യവും കാണിച്ചിട്ടുള്ളത്. ഉപേക്ഷിച്ച് പോന്നെങ്കിലും സ്വന്തം അമ്മയെ അമ്മയുടെ സ്ഥാനത്തു നിന്നും അടർത്തി മാറ്റാൻ അമ്മുവിന് ആകുമായിരുന്നില്ല. അപ്പോഴേക്കും ടവലുകൊണ്ട് കണ്ണും മുഖവും തുടച്ച് രാഘവേന്ദ്ര കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. മഠത്തിൻ്റെ മുറ്റത്ത് വണ്ടി ചെന്ന് നിന്നപ്പോൾ കുമുദം മാമി തിണ്ണയിൽ കോലം വരയ്ക്കുകയായിരുന്നു. കാർ കണ്ടതും അവർ പിടഞ്ഞെഴുന്നേറ്റു. അഭിരാമിയും അമ്മുവും ഏറ്റവും പിന്നിലായി. രാഘവേന്ദ്രയും ഇറങ്ങിയപ്പോൾ മാമിയുടെ വലിയ മിഴികൾ വിടർന്നു. ആരിത്? രാഘവാരു മകനെ, അവർ കരഞ്ഞു. മാമി, അയാൾ ചെന്ന് കുമുദം മാമിയുടെ കൈ കവർന്നു. മാമി വല്ലാതെ മെല്ലിച്ചു പോയി. കയറിയിരിക്ക് രാഘവാരു, കണ്ണു തുറച്ചുകൊണ്ട് അവർ അറിയിച്ചു. ഇഡ്ഡലിയും സാമ്പാറും റെഡിയായിരിക്ക്. മാമി ശീക്രം കാപ്പി എടുക്കലാം. ആൾ അകത്തേക്ക് ഓടി. പുറകെ അമ്മുവും. തനിച്ചായതും അഭിരാമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നെ മറന്നല്ലോ, എന്നെ ഉപേക്ഷിച്ചല്ലോ. ഈ ഒരു വർഷം എവിടെ ഒളിച്ച് താമസിക്കുകയായിരുന്നു രാഘവാരു? എന്നെ കാണാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു രാഘവാരു? രാഘവിയില്ലാതെ ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് വയ്യാതായി അബികുട്ടി. അങ്ങനെയാണ് ഞാൻ നാട് വിട്ടത്. നേരെ കാശിയിലെത്തി. മുടി മുണ്ടനം ചെയ്തു, കാവ്യം എടുത്തു. പുണ്യതീർത്ഥങ്ങൾ തോറും ചുറ്റിക്കറങ്ങി. ഒരാണ്ട് കടന്ന് അറിഞ്ഞതേയില്ല. ധാരാളം സന്യാസിമാരെ കണ്ടു, ഉപദേശങ്ങൾ കേട്ടു. മനസ്സിന് കരുത്ത് വന്നപ്പോൾ നിന്നെ ഓർത്തു. നേരെ പാലക്കാട്ടെത്തി. എന്നെ ഓർത്തപ്പോൾ ചെന്നൈക്കല്ലേ വരേണ്ടത്? ഈ ഒരു വർഷം കൊണ്ട് നിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. തനിയെ നീ ചെന്നൈയിൽ പാർക്കില്ലെന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ നിൻ്റെ കാര്യമറിയാനാണ് ഞാൻ പാലക്കാടിന് പോയത്. അമ്മ പറഞ്ഞു 6 മാസം മുമ്പ് നീ പാലക്കാടിന് വിളിച്ചിരുന്നു എന്ന്. 6 മാസം മുമ്പല്ല, വെറും 2 മാസം മുമ്പാണ് ഞാൻ വിളിച്ചത്. അമ്മ പക്ഷേ ഒരു സ്നേഹവും ഭാവിച്ചില്ല. എനിക്ക് സുഖമാണെന്ന് പോലും ചോദിച്ചില്ല. ഞാൻ കൂടെയില്ലാതെ നിനക്ക് സുഖമുണ്ടാവില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ അബി. മകൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന ഭാവത്തില അമ്മ അന്ന് 1-2 വാചകങ്ങൾ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞില്ലേ അബി, എല്ലാം മറക്ക്. ഞാൻ തിരിച്ചു വന്നില്ലേ? ഇന്നലെ പുലർച്ചെയാണ് ഞാൻ ചെന്നൈയിലെത്തിയത്. നേരെ മഠത്തിലേക്ക് വരാൻ എനിക്ക് ശങ്കയായിരുന്നു. നീ പിണക്കവും പരിഭവവും നടിക്കുമല്ലോ എന്ന്. നിന്നെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഞ്ജനേയ കോവിലേക്ക് വന്നത്. ആഞ്ജനേയർ നമ്മളെ പഴയപടി ഒരുമിപ്പിച്ചല്ലോ അബി. ഇനി സന്തോഷമായിരുന്നൂടെ നിനക്ക്? അപ്പോഴേക്കും കുമുദം മാമി അവരുടെ മുന്നിലെത്തി. കാപ്പി റെഡി രാഘവാരു, 2 പേരും വരൂ. ഗ്രാനൈറ്റ് വിരിച്ച ഊണറയിൽ പുൽത്തടുക്കിട്ടാണ് മാമി രാഘവേന്ദ്രയെ ഇരുത്തിയത്. നീയും ഇരി അഭിരാമി, അവർ ആവശ്യപ്പെട്ടു. എത്ര നാൾ കൂടിയാണ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കാപ്പി ശാപ്പിടുന്നത്? ഞങ്ങളുടെ നടക്ക് രാഘവി ഇരിക്കണം. അമ്മുവിൻ്റെ നേർക്ക് അഭിരാമി കൈനീട്ടി. അതെ, അപ്പാവും അമ്മാവും മകളും ചേർന്ന് വേണം ശാപ്പിടാൻ. കുമുദം മാമി തലകുലുക്കി സമ്മതിച്ചു. അമ്മു നാണത്തോടെയാണ് അവർക്കിടയിൽ വന്നിരുന്നത്. രാഘവേന്ദ്ര ഇഡ്ഡലി പിച്ചെടുത്ത് കൊഴുത്ത സാമ്പാറിൽ മുക്കി അമ്മുവിൻ്റെ വായിലേക്ക് നീട്ടി. അവൾക്ക് നാണമായി. വെളുക്കം വേണ്ട രാഘവി, അഭി പറഞ്ഞു. ഉങ്കപ്പാവല്ലേ തരണത്, വായി തുറന്നിട മോളൂ. അമ്മ നിർബന്ധിച്ചപ്പോൾ അമ്മ വായി തുറന്നു. അബിയും ഇഡ്ഡലി മുറിച്ചെടുത്ത് സാമ്പാറിൽ മുക്കി അവൾക്ക് കൊടുത്തു. സ്നേഹത്തിൻ്റെ ദിനങ്ങളായിരുന്നു അമ്മുവിന് 1 മാസം മുഴുവൻ. അപ്പാവുടെയും അമ്മയുടെയും മധ്യയാണ് അവൾ രാത്രി ഉറങ്ങിയത്. വയസ്സ് വന്ന പൊണ്ണ് കുമുദം മാമി
അബിയെ ഉപദേശിച്ചു. അപ്പ അമ്മ ഒപ്പം കിടത്തണ പതിവ് നിർത്തണം. സ്നേഹം അധികമായാൽ കുട്ടികൾ കെട്ടുപോയിടുമേ അബി അത് വകവച്ചില്ല. അമ്മാവേക്കാൾ അപ്പാവുക്കായിരുന്നു രാഘവിയോട് അധികം സ്നേഹം. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞതും അവൾ വയസ്സറിയിച്ചു. കുമുദമാമിയാണ് അത് കണ്ടുപിടിച്ചത്. സന്തോഷം കൊണ്ട് അവർ ഏങ്ങി കരഞ്ഞു. രാഘവി വയസ്സൊക്കെ വന്നിട്ടുള്ള ഇനി അവൾ സെപ്പറേറ്റ് റൂമിൽ കിടക്കണം. അഭിരാമി അത് ഒരു ഉത്സവമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ച നീണ്ട ആഘോഷം. അമ്മുവിന് ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങളും പഴങ്ങളും ചോദിച്ചറിഞ്ഞ് അവൾ വാങ്ങിക്കൊടുത്തു. അയൽപ്പക്കങ്ങളിലെ തമിഴ് മാത്രം പേശുന്ന പെണ്ണുങ്ങൾ പലഹാരങ്ങളും പൂക്കളും കൊണ്ടുവന്ന് അമ്മുവിൻ്റെ മുന്നിൽ ചൊരിഞ്ഞു. അവൾ ഉറങ്ങുന്ന മുറിയിൽ 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് അണയാതെ എരിഞ്ഞു. അവസാന ദിവസം സ്ത്രീകളെല്ലാം ചേർന്ന് കുട്ടിയെ കസ്തൂരി മഞ്ഞളിൽ കുളിപ്പിച്ചു. സിന്ദൂരം തുടിപ്പിച്ചു. കാൽവിരലിൽ മോതിരം അണിയിച്ചു. അപ്പാവും അമ്മാവും ചേർന്ന് മാമ്പലത്തെ ഒരു ജോലിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കാഞ്ചീപുരം ചേല മടിസാറിട്ട് ഉടുപ്പിച്ചു. എല്ലാം അമ്മുവിന് അത്ഭുതമായിരുന്നു. താൻ ഏതോ പുതിയൊരു ലോകത്താണെന്ന് അവൾക്ക് തോന്നി. പിന്നീട് രാഘവേന്ദ്രയുടെയും അഭിരാമിയുടെയും മുറിയിലായിരുന്നില്ല അമ്മ ഉറങ്ങിയത്. കുമുദപ്പാട്ടിയോടൊപ്പം തൊട്ടരികിലെ മുറിയിൽ. അവൾക്ക് ഉറങ്ങാനായി പഴയ ആട്ടുകട്ടിലിൽ പട്ടുകിടക്ക വിരിച്ചു കൊടുത്തു അഭിരാമി. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മഠത്തിൽ ഒരു ഉത്സവം അരങ്ങേറി. ഇത്തവണ അയൽക്കാരികൾ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തത് അഭിരാമിയുടെ കൈകളിലായിരുന്നു. അത് എന്തിനെന്ന് അമ്മുവിന് മനസ്സിലായില്ല. കുമുദപ്പാട്ടിയാണ് അവളുടെ കാതിൽ പറഞ്ഞു കൊടുത്തത്. ഉങ്ക അമ്മാവുക്ക് ഒരു ചിന്ന കുഴന്ത പിറക്കാൻ പോരുത് രാഘവി. ഉനക്ക് ഒരു തമ്പിയോ തങ്കവോ വരപ്പോരുത്. പാട്ടിയുടെ തമിഴ് മനസ്സിലായി തുടങ്ങിയിരുന്നതിനാൽ അമ്മുവിന് കാര്യം പിടികിട്ടി. അവൾക്ക് സന്തോഷമായി. അമ്മയുടെ വയറിൽ ചുണ്ടമർത്തി. ആ വാർത്തയറിഞ്ഞ് കേരളത്തിൽ നിന്ന് അഭിയമ്മയുടെ അണ്ണനായ അഡ്വക്കേറ്റ് വെങ്കിട്ടരാമനുണിയും അണ്ണി രഞ്ജിയമ്മാളും മധുരപലഹാരങ്ങളുമായി എത്തി. അപ്പോൾ വൈദ്യനാഥ ഭാഗവതർ തൻ്റെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാത്തതിലുള്ള കടുത്ത പ്രതിഷേധം അഭിരാമി അറിയിച്ചപ്പോഴാണ് 7 മാസങ്ങൾക്ക് മുമ്പ് അപ്പ ഈ ലോകം വിട്ടുപോയ സത്യം വെങ്കിട്ട് വെളിപ്പെടുത്തിയത്. അബിയും കുമുദമാമിയും ഉച്ചത്തിൽ കരച്ചിൽ ആരംഭിച്ചു. എങ്കിലും പാട്ടപ്പൊപ്പൻ നഷ്ടപ്പെട്ടതിലുള്ള അമ്മുവിൻ്റെ സങ്കടത്തിനൊപ്പം വലുതായിരുന്നില്ല അത്. 2 ദിവസം കഴിഞ്ഞു. മടങ്ങാൻ സമയം വെങ്കിട്ടിനോട് അവൾ തിരക്കി. എൻ്റെ അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നെങ്കിൽ എൻ്റെ അപ്പേട്ടൻ നന്നായി പഠിക്കുന്നുണ്ടോ? അവരെല്ലാം സുഖമായിരിക്കുന്നു മോളെ. സ്നേഹപൂർവ്വം വെങ്കിട്ടരമണൻ അമ്മുവിൻ്റെ ചുമലിൽ തട്ടി. നീ അവരെ ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. അബിക്ക് കുട്ടി പിറന്നാലും നീ ഇവിടെ തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നതിന് നിൻ്റെ അച്ഛനും അമ്മയും അബിയുടെയും ഞങ്ങളുടെയും എല്ലാം പേരിൽ കേസ് കൊടുക്കും. ഞങ്ങളെ മോൾ അപകടത്തിലാക്കരുത്. ഇല്ല എന്ന് അവൾ നിശബ്ദം തലയാട്ടി. 7-ാം മാസത്തിൽ അബിയുടെ സീമന്തവും ആഘോഷിക്കപ്പെട്ടു. അന്ന് 3 അക്കമാരും എത്തി. മൂത്ത അക്ക കനക അബിയോട് ചോദിക്കുന്നത് അമ്മ കേട്ടു. നിനക്കിനി എന്തിനാ അബി ഈ കുട്ടി? ഇതിനെ തിരികെ പറഞ്ഞേച്ചൂടെ? നമ്മുടെ ജാതി പോലുമല്ല അത്. അബി അമ്മ മറുപടി ഒന്നും പറയാഞ്ഞത് അവൾക്ക് ആശ്വാസമായി. കർപ്പകം ആശുപത്രിയിൽ വെച്ചാണ് അഭിരാമി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. തൻ്റെ രക്തത്തിൽ പിറന്ന മകൾക്ക് രാഘവി എന്ന് പേരിടണമെന്ന് രാഘവേന്ദ്രയ്ക്ക് നിർബന്ധം. അപ്പോൾ നന്മ രാഘവിയോ? അബി ചോദിച്ചു. അവൾ നമ്മ രാഘവിയല്ലല്ലോ. ഇതല്ലേ നമ്മുടെ രക്തത്തിൽ പിറന്ന കുട്ടി. അവൾ മറ്റാരുത് അല്ലേ അബി? അവൾക്ക് ആൾറെഡി മറ്റൊരു പേരുണ്ടല്ലോ. അതവൾ എടുത്തോട്ടെ. വാതിലിന് പുറത്ത് നിന്നിരുന്ന അമ്മുവിന് എന്തുകൊണ്ടോ സങ്കടം സഹിക്കാനായില്ല. ചുണ്ടു കടിച്ചമർത്തിയിട്ടും ഏങ്ങലുകൾ അറിയാതെ പുറത്ത് ചാടി. ആരാ പുറത്ത് കരയുന്നത്? ആശുപത്രി മുറിയിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് അഭിരാമി പുറത്തേക്ക് എത്തി നോക്കി. രാഘവി അല്ലല്ലോ. രാഘവേന്ദ്ര തിരുത്തി. അവളുടെ പേര് ഭാവയാമി എന്നല്ലേ? സ്കൂൾ രജിസ്റ്ററിലൊക്കെയുള്ള പേര് മാറ്റി വിളിക്കുന്നത് തെറ്റല്ലേ അബി? ആ കുട്ടിക്ക് ഭാവി ഇല്ലാതാവില്ലേ? പേര് മാറുന്നത് ഇക്കാലത്ത് ഒരു ക്രിമിനൽ ഒഫൻസാണ് കേട്ടോ. നമ്മുടെ രാഘവി ഇല്ലാതായതിന് പകരം നമുക്ക് ദൈവം മറ്റൊരു കുട്ടിയെ തന്നല്ലോ. ന്യായമായും നമ്മുടെ രാഘവി ഈ കുരുന്നാണ്. ഹോസ്പിറ്റലിൽ രജിസ്റ്ററിൽ ഇതിന് ഒരു പേര് കൊടുക്കുകയും വേണമല്ലോ. അതോടെ അബി തിരുത്തി വിളിച്ചു. ബാവാ മോളെവിടെയാ? അപ്പോഴേക്കും കണ്ണു തുറച്ചുകൊണ്ട് അമ്മ മുറിയിലേക്ക് വന്നു. എന്തിനാ മോള് പുറത്തുനിന്ന് കരഞ്ഞത്? അമ്മുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പിന്നെയും അവൾ കണ്ണു തുറച്ചു. രാഘവി എന്ന പേര് മോളുടെ ഈ തങ്കയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കേട്ടിട്ടാണോ? രാഘവേന്ദ്ര ചോദിച്ചു. അല്ല എന്ന് അമ്മ മുഖം ചലിപ്പിച്ചു. അതെ. രാഘവേന്ദ്രയുടെ മുഖം കനത്തു. ചോരക്കുഞ്ഞല്ലേ ഇത്? രാഘവി എന്ന എൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ട ശേഷം കുറേ പ്രാണസങ്കടം അനുഭവിച്ചിട്ട് തിരിച്ചു കിട്ടിയ ഭാഗ്യമായി ഇവൾക്ക് ഈ ഒരു പേരല്ലാതെ മറ്റെന്ത് പേര് ചേരും? നിനക്ക് വേറെ ധാരാളം പേരുകളുണ്ടല്ലോ. ഭായഭായാമി എന്നും അമ്മുവെന്നും ഒക്കെ. പെട്ടെന്ന് അമ്മുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി. കരച്ചിലടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കണ്ടോ, ഇത് അസൂയയാണ്, രാഘവേന്ദ്ര പറഞ്ഞു. ലോകത്തിലുള്ള നല്ല പേരുകളെല്ലാം നിനക്ക് തന്നെ വേണമെന്ന അത്യാഗ്രഹം. അങ്ങനെ പറയരുത് രാഘവാരു, അബി യാചിച്ചു. രാഘവി എന്ന പേര് വേണമെന്ന് ബാവ എന്നോട് ആവശ്യപ്പെട്ടില്ല. ഞാൻ നിർബന്ധിച്ചാണ് അവൾക്ക് ആ പേര് കൊടുത്തത്. ആദ്യമൊക്കെ ആ പേര് വിളിച്ചാൽ വിളി കേൾക്കാൻ അവൾക്ക് വിഷമമായിരുന്നു. ഇവളെ രാഘവി എന്ന് വിളിച്ചാണ് ഞാൻ എൻ്റെ സങ്കടം മറന്നത്. ഇവൾ വന്ന ശേഷമാണ് ഞാൻ സന്തോഷം അറിഞ്ഞത്. ഇവൾ വന്ന ശേഷമാണ് നിങ്ങൾക്ക് പോലും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നമുക്ക് ഈ കുഞ്ഞുണ്ടായത് പോലും ഇവളുടെ ഭാഗ്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിനേക്കാൾ നിനക്ക് വലുത് ഈ അന്യ കുട്ടിയാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം കുട്ടി ഉണ്ടാകുമ്പോൾ അതുവരെ നമ്മുടെ ആശ്വാസമായിരുന്ന അന്യ കുട്ടിയെ അന്യനായി കരുതി ഉപേക്ഷിക്കാൻ പാടില്ലെന്നാ. നമ്മൾ ഉപേക്ഷിച്ചില്ലെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇവളെ നഷ്ടപ്പെടും. അന്യ മാതാപിതാക്കളിൽ നിന്ന് അപഹരിച്ചെടുത്തതല്ലേ നീ ഇവളെ അഭി? വളർന്നു വരുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ തേടി ഇവൾ പോകും. അന്ന് നീ സങ്കടപ്പെടേണ്ടി വരും. നമ്മുടെ കുഞ്ഞെ അന്ന് നമുക്ക് കാണും. അഭിരാമിക്ക് ഉത്തരം മുട്ടി. സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്നതിന് നാളെ ഇവൾക്ക് നിന്നോട് ദേഷ്യം തോന്നിക്കൂടാന്നുമില്ല. അതിലും വലിയൊരു ചതി നീ ഈ കുട്ടിയോട് ചെയ്തില്ലേ? അവളുടെ പഠനം തുലച്ചില്ലേ? ഒരു ഡോക്ടർ ദമ്പതികളുടെ മകളാണിവൾ. ഇവളെക്കുറിച്ച് അവർക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നിരിക്കും. ഇവൾക്ക് സംഗീതത്തോടായിരുന്നു രാഘവാരു അധികം ഇഷ്ടം. സംഗീതം പഠിച്ചാലും ഭാഗ്യമുണ്ടായാലേ ഉയരത്തിലെത്താൻ പറ്റൂ. ഇവളുടെ മാതാപിതാക്കൾ ഇവളെ ഈസിയായി ഒരു ഡോക്ടറാക്കി മാറ്റുമായിരുന്നു. അപ്പ പറഞ്ഞത് പാട്ട് പഠിച്ചാൽ ഇവൾ ഉയരത്തിലെത്തുമെന്നായിരുന്നു. എത്ര കാലം അങ്ങനെ ഉയരത്തിൽ നിൽക്കാൻ പറ്റും? ഒരു ഡോക്ടറായാൽ മരണം വരെ അവൾ ആ പദവിയിൽ തന്നെ നിൽക്കും. സംശയമുണ്ടോ അഭിക്ക്? അഭിരാമിക്ക് വീണ്ടും ഉത്തരമില്ലാതെയായി. അവൾ കണ്ണുകൾ പൂട്ടി. രാഘവേന്ദ്ര അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ ഇവിടെ നിന്നാൽ നിന്റെ ഭാവി ഇരുളിലാവും. കൈമടക്കൊണ്ട് മുഖം മറിച്ച് അമ്മു സങ്കടം ഒളിക്കാൻ നോക്കി. നീ എന്തിനാണ് കുട്ടി ഇങ്ങനെ എന്തിനും കരയണത്? അയാളുടെ മുഖത്ത് ഈർഷ്യ വന്നു. കുമുദ മാമി വരുമ്പോൾ നീ ആ കൂടെ മഠത്തിലേക്ക് പോയിക്കോളൂ. ഇവിടെ നിന്ന് ഏതു നേരം കരയുന്നത് ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക? 9-10 വയസ്സായ പെൺകുട്ടിയാ. വയസ്സക്ക് വന്ന പൊണ്ണ്. വിശ്വസിച്ച് എവിടെയെങ്കിലും ആക്കാനും പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് അഭിരാമിക്ക് രാഘവേന്ദ്രയ്ക്കുമുള്ള ഊണുമായി കുമുദ മാമി ആശുപത്രിയിലെത്തി. മാമി ഷാപ്പിട്ടാച്ചാ? അഭി തിരക്കി. ഇല്ല മോളെ, ഞാൻ തിരിച്ചു ചെന്നിട്ട് കഴിച്ചോളാം. എങ്കിൽ മാമി ഭാവിയെയും കൂടെ കൊണ്ടുപോയിക്കോളൂ. അവൾക്കിവിടെ നിന്നിട്ട് ബോറടിക്കുക. അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ആശുപത്രിയിൽ നിർത്തുന്നത് ശരിയാണോ? അവൾ എപ്പോഴും ഇറങ്ങി കോറിഡോറിൽ നിൽക്കും. എൻ്റെ കാര്യം നോക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് അവളെ ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാബി. ഈ പ്രായത്തിലാണ് പെൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വയസ്സ് വന്ന സമയത്താണ് കുട്ടികൾ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുക. നിനക്കാണെങ്കിൽ ഈ ചെറിയ കുട്ടീനെ നോക്കണ്ടേ? മഠത്തിലെത്തിക്കഴിഞ്ഞാൽ രാഘവേന്ദ്ര ജോലിക്കും പോവില്ലേ? ഒടുവിൽ വയസ്സ് വന്ന ഈ കുട്ടിയെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. നീ സത്യത്തിൽ പുലിവാല പിടിച്ചത് അഭി. രാഘവേന്ദ്ര തിരിച്ചു വരാൻ കാത്തിരിക്കാതെ രാഘവിയുടെ ചായയുണ്ടെന്ന് പറഞ്ഞ് ഏതോ ഒരു കുട്ടീനെ അപഹരിക്കേണ്ടായിരുന്നു. ഇനി ഇതിനെ വഴിയിൽ തള്ളാൻ പറ്റുമോ? അതിൻ്റെ അപ്പാമ്മമാർക്ക് തിരികെ കൊടുക്കാൻ പറ്റുമോ? കുട്ടിയെ അപഹരിച്ചുവെന്ന് പുറത്തറിഞ്ഞാൽ കേസാവുമെന്ന് വെങ്കിട്ട് എന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘമായി ഒന്ന് നിശ്വസിച്ചതല്ലാതെ അഭിരാമി മറുപടി ഒന്നും പറഞ്ഞില്ല. കുമുദ മാമിയോടൊപ്പം മഠത്തിലേക്ക് പോകാൻ തയ്യാറായ അമ്മുവിനെ അരികിൽ വിളിച്ചിരുത്തി അഭി കൈത്തണ്ടയിൽ ചുംബിച്ചു. മോള് മാമിയോടൊപ്പം പോയിക്കോ. അമ്മ തങ്കിയോടൊപ്പം 2 ദിവസം കഴിഞ്ഞ് മഠത്തിലേക്ക് വരാം. എനിക്കിനി എത്ര മക്കളുണ്ടായാലും നീയാ മോളെ എൻ്റെ മൂത്ത മകൾ. എൻ്റെ രാഘവിയേക്കാൾ എനിക്ക് വലുത് നീയാ. എൻ്റെ രാഘവാരു തിരിച്ചു വന്നതും എനിക്ക് ഈ മകളെ കിട്ടിയതുമെല്ലാം നീ കൊണ്ടുവന്ന ഭാഗ്യം കൊണ്ടാണ്. ആരൊക്കെ അത് മറന്നാലും അമ്മ അത് മറക്കില്ല പാവമ്മ. അമ്മ കുഞ്ഞ് അഭിയമ്മയുടെ നെറുകയിൽ ചുണ്ടമർത്തി. അപ്പോൾ വിചാരിക്കും പോലെ തങ്കയ്ക്ക് രാഘവി എന്ന് പേരിടുന്നതിൽ എനിക്ക് ഒരു അസൂയമില്ല അമ്മ. ബാബിയമ്മ എന്ന പേര് പോലും എനിക്ക് വേണമെന്നില്ല. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന അമ്മു എന്ന പേരാണ് എനിക്കിഷ്ടം. എനിക്കത് മതി. അമ്മ സമ്മതിച്ചാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം. എനിക്ക് പാട്ടുകാരിയാവണ്ട, പഠിച്ചൊരു ഡോക്ടറായാൽ മതി. അമ്മയോടുള്ള പിണക്കം കൊണ്ടാണോ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല അമ്മ, സ്വന്തം അച്ഛനും അമ്മയും എത്ര മോശമായാലും അവർ എത്ര സ്നേഹിക്കാൻ അറിയാത്തവരായാലും അവരെ ഉപേക്ഷിച്ച് പോരാൻ പാടില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പാട്ടപ്പൻ അതെനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. എന്നിട്ടും ഞാനത് മറന്നു. നീ ഇനി തിരിച്ചു പോയാൽ ഞങ്ങളുടെ പേരിൽ കേസുണ്ടാവും മോളെ. ഇല്ലമ്മ, അമ്മയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ആരോടും പറയില്ല. ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് സ്വയം പോകുന്നതാ. ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നെന്നും ഞാൻ ഒരുത്തരോടും പറയില്ല, സത്യം. എന്നാലും പറയാതെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല മോളെ. അഭി കരഞ്ഞു. എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നെ ഒരിക്കലും വേണ്ടാതാവില്ല. അതെനിക്കറിയാമ്മ. കണ്ണു തുറച്ചിട്ട് അവൾ കുമുദ മാമിയുടെ കൈ പിടിച്ചു. ഇപ്പം പാട്ടിനൊപ്പം ഞാൻ പോവാ. ഒരു ഓട്ടോയിലാണ് അവൾ പോയത്. അമ്മവും മാമിയും പോയി കഴിഞ്ഞതും രാഘവേന്ദ്ര വന്ന് അഭിരാമിയുടെ കിടക്കയുടെ അരികിലിരുന്നു. ആ കുട്ടിയുടെ മനസ്സ് ശരിയല്ലടി. ഇനി അവളെ നമ്മൾ സൂക്ഷിക്കണം. എന്തേ രാഘവാരി പറയുന്നത്? അവൾക്ക് പരിഭ്രമമായി. സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോന്ന കുട്ടിയാ അവൾ. അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. നിന്റെ സ്നേഹത്തിൽ മതിമറന്ന അവൾ നിൻ്റെ ഒപ്പം പോകുന്നത്. ഇപ്പോൾ ആ സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനോട് അവളുടെ ഉള്ളിൽ പകയുണ്ടാവും. ഒരിക്കലുമില്ല. അവൾ അത്ര നല്ല കുട്ടിയാണ്. അവൾ ചീത്ത കുട്ടിയാണെന്നല്ലടി ഞാൻ പറഞ്ഞത്. നമ്മുടെ മൂത്ത മകൾ രാഘവി ജീവനോടുണ്ടായാൽ അവൾക്കും തോന്നാം താഴെ ജനിക്കുന്ന കുട്ടിയോട് അസൂയയും പകയും. സ്നേഹം പങ്കിട്ട് പോകുമ്പം ചെറിയ പ്രായത്തിൽ തോന്നുന്ന സ്വാഭാവികമായൊരു വികാര വിശേഷമാണത്. എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാഘവാരു. മാതാപിതാക്കളെക്കാൾ ഈ കുട്ടികളെ സ്നേഹിക്കുന്ന മൂത്ത കുട്ടികളുണ്ടാവില്ലേ? ഞങ്ങളുടെ മഠത്തിൽ അങ്ങനെയായിരുന്നു. സ്വന്തം രക്തത്തിൽ പിറന്നവൾക്ക് അങ്ങനെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ ആരുമല്ലല്ലോ ഈ ഭാവയാമി എന്ന കുട്ടി. ഇവൾ നമ്മുടെ കുട്ടിയെ ദ്രോഹിക്കുമോയെന്ന് എനിക്ക് നല്ല ഭയമുണ്ട്.
നിൻ്റെ അശ്രദ്ധ കാരണമാണ് എൻ്റെ മൂത്ത മകളെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഈ ചോരക്കുഞ്ഞിനെ നീ അപകടത്തിലാക്കരുത് അബി. ഒടുവിൽ നിൻ്റെ വളർത്തുമകളെ നിൻ്റെ മടത്തിൽ നിന്ന് ഞാൻ ബലമായി പുറത്താക്കേണ്ടി വരും. അതിൽ ഭേദം നീ തന്നെ അവളെ സാവകാശം ഒഴിവാക്കുന്നതാ. അഭിരാമിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇത്ര വേഗം രാഘവ അരുവിൽ ഇങ്ങനൊരു മാറ്റമുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതല്ല. ഹോസ്പിറ്റലിൽ നിന്ന് മഠത്തിലെത്തിയതോടെ ഭർത്താവ് മാത്രമല്ല കുമുദമാമിയും ഭാവയെ ദ്രോഹിക്കുന്നത് അബിയുടെ കണ്ണിൽപ്പെട്ടു. രാവിലെ അവർ കുട്ടിക്ക് നൽകിയത് തലേന്നത്തെ പഴകിയ ഇഡലിയും വളിച്ച സാമ്പാറുമായിരുന്നു. കേടുവന്ന ആഹാരം വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞ പോരെ മാമി, മോൾക്ക് കൊടുക്കണോ? ആഹാരക്കാര്യത്തിലെങ്കിലും അതിൻ്റെ അടുത്ത് പക്ഷഭേദം കാണിക്കാതിരുന്നൂടെ? വളിച്ചതും പൊളിച്ചതുമൊക്കെ അതിനിഷ്ടാവി കുട്ടി. തലേന്നത്തെ കേടുവന്ന ആഹാരം പിന്നെ ആർക്ക് കൊടുക്കും? ഇത്തിരി കുശുമ്പൊക്കെ കാണിച്ചാൽ നമ്മൾ പറഞ്ഞേക്കാതെ തന്നെ അത് ഇറങ്ങിപ്പോയിക്കോളെന്ന രാഘവേന്ദ്രൻ പറഞ്ഞത്. എന്തിനാ മാമി അതിനെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നത്? കടയിൽ പോകുന്നതടക്കം അത്യാവശ്യ ജോലികളൊക്കെ അവൾ ചെയ്യുന്നുണ്ടല്ലോ. എത്രയൊക്കെ ആയാലും അത് വയസ്സക്ക് വന്ന ഒരു പെൺകുട്ടിയല്ലേ മാമി? അത് തന്നെയാ അബി രാഘവേന്ദ്രയുടെ പരാതി. ചീത്തപ്പേരുണ്ടാവാൻ എളുപ്പമത്രേ. കാണാൻ ഭംഗിയുള്ള കുട്ടിയായതുകൊണ്ട് വെളിയിലിറങ്ങിയാൽ അഗ്രഹാരത്തിലെ പയ്യന്മാരുടെ എല്ലാം നോട്ടം അതിൻ്റെ മുഖത്താണത്രേ. നിനക്കറിയാമല്ലോ അബി, ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സൂക്ഷിക്കുന്നത് വെടിമരുന്ന് സൂക്ഷിക്കും പോലെയാ. എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ അവൾ ഉണ്ടാവില്ലല്ലോ. കണ്ണ് തെറ്റിയാൽ മതി വെടിമരുന്നിന് തീ പിടിക്കാൻ. ഇവിടം വിട്ട് ഓടേണ്ടി വരും നമ്മൾ. മാമി രാഘവാരുമെല്ലാം പറയുന്നത് കളവല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് സ്വന്തം ധർമ്മസങ്കട അഭിരാമി നെഞ്ചിനുള്ളിൽ തന്നെ പൂഴ്ത്തിവെച്ചു. അതിനിടയിലാണ് പുലർച്ചെ പൂ വാങ്ങാൻ പോയ അമ്മുവിനെ കാണാതായത്. സന്ധ്യയായിട്ടും ഒരു വിവരവും അറിയാത്തതോടെ അഭിരാമിക്ക് പരിഭ്രമമായി. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. രാഘവേന്ദ്രയ്ക്കും കുമുദമാമിക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഒടുവിൽ കരച്ചിലോടെ അഭിരാമി അണ്ണനായ വെങ്കട്ടരാമനെ വിളിച്ച് വിവരം പറഞ്ഞു. ഭാവയുടെ വീട്ടിലെങ്ങാൻ അവൾ എത്തിയിട്ടുണ്ടോ എന്ന് തിരക്കണേ അണ്ണ. ഞങ്ങൾക്കാണെങ്കിൽ പോലീസിൽ അറിയിക്കാൻ നിവൃത്തിയില്ല. പത്രത്തിൽ അറിയിപ്പ് കൊടുക്കാനും വയ്യ. വെങ്കട്ടിൻ്റെ മകൻ ഗോവിന്ദ് ബൈക്കിൽ ഡോക്ടർ ഉമാ മഹേശ്വരിയുടെ ഗേറ്റിലെത്തി. ഡോക്ടർ രവീൻ്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എഞ്ചിനീയർ അശോകലാലിൻ്റെ മകൻ സാനന്ദ് ഗോവിന്ദിൻ്റെ സഹപാഠിയാണ്. അവനോട് ചോദിച്ചാൽ ബാവ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിയാം. അല്ലെങ്കിൽ ബാവയാമി എന്ന അമ്മുവിനെക്കുറിച്ച് ഡോക്ടർ ഉമാ മഹേശ്വരിക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടോ എന്നും മനസ്സിലാക്കാൻ കഴിയും. ഗേറ്റിൽ നിന്ന് ഗോവിന്ദ് മൊബൈലിൽ സാനന്ദിനെ വിളിച്ചു. സോനു, ഞാൻ നിങ്ങളുടെ ഗേറ്റിലുണ്ട്. എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് ഒരു കാര്യം അറിയാനുണ്ട്. നീ ഒന്ന് ഇറങ്ങി വരുമോ? യെസ്, 1 മിനിറ്റ്, സാനന്ദ് പറഞ്ഞു. സാനന്ദ് വന്നപ്പോൾ കൂടെ ഭാവയുടെ സഹോദരനായ സോമബാലൻ എന്ന അപ്പുവും ഉണ്ടായിരുന്നു. അപ്പുവിനെ കണ്ടപ്പോൾ ഗോവിന്ദ് ബുദ്ധിമുട്ടിലായി. എന്താ ഗോപു, നിനക്ക് അറിയാണ്ടെന്ന് പറഞ്ഞത്? സാനന്ദ് തിരക്കി. ഇതാരാണ്? ഗോവിന്ദ് അപ്പുവിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. ഞങ്ങളുടെ ഹൗസ് ഓണർ ഉമാൻറ്റിയുടെ മകൻ സോമു. 10th പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇവരുടെ സ്കൂളിലെ പ്രോമിസാണ് ഇവൻ. ഇവരുടെ പ്രിൻസിപ്പൽ ഇവനിൽ നിന്നൊരു റാങ്ക് പ്രതീക്ഷിക്കുന്നു. ഹായ്. ഗോവിന്ദ് കൈ നീട്ടി. ഹായ്. അപ്പു കൂസിലെന്നെ ആ കൈ കവർന്നു. നിനക്കൊരു എന്ത് കാര്യമാണ് അറിയാനുള്ളതെന്ന് പറയൂ, സാനന്ദ് ആവശ്യപ്പെട്ടു. പേഴ്സണലാണ്. ഗോവിന്ദ് സ്നേഹത്തിൻ്റെ കൈ പിടിച്ച് റോഡിലൂടെ നീങ്ങി. കാര്യം പറയടാ, സാനന്ദ് ആവശ്യപ്പെട്ടു. വെറുതെ ടെൻഷൻ ഉണ്ടാക്കാതെ. ഈ പയ്യനിലെ സോമു? യെസ്. ഇവനൊരു യങ്ങർ സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, 1 വർഷം മുമ്പ് കാണാതായത്? ആ കുട്ടി തിരിച്ചു വന്നോ? ഇല്ല. സാനന്ദിൻ്റെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. 1 വർഷത്തിലധികമായി ആ കുട്ടിയെ കാണാതായിട്ട്. ഭാവയാമി എന്ന പേര്. നല്ല മിടുക്കി കുട്ടിയായിരുന്നു. നീ എന്താ ഇപ്പോൾ അതേക്കുറിച്ച് ചോദിക്കാൻ? എൻ്റെ ഗ്രാൻഡ് പായുടെ അടുത്ത് അവൾ മ്യൂസിക് പഠിച്ചിരുന്നു. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അവളെ കാണാതായതിൻ്റെ ഷോക്കിലാണ് ഗ്രാൻഡ് പാ ഹാർട്ട് ഫെയിലിയറായി മരിച്ചത്. ഇന്നലെ ചെന്നൈയിൽ നിന്ന് എൻ്റെ അഭിരാമി ആൻറ്റി വിളിച്ചപ്പോൾ ഭാവ തിരിച്ചു വന്നോന്ന് തിരക്കി. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാവും. നമുക്ക് ആ വീട്ടിൽ ചെന്ന് ചോദിക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് തിരക്കിയത്. ആ വീട്ടിൽ ആരോടും അവളെക്കുറിച്ച് ചോദിക്കാനാവില്ല ഗോപു, സാനന്ദ് പറഞ്ഞു. ഈ സോമുവിനോട് പോലും. അവൻ പൊട്ടിപ്പിളർന്ന് കരയും. ഭാവയെ കാണാതായതോടെ അവൻ്റെ അച്ഛൻ അനക്കമറ്റി കിടക്കുക വാട്ടർ ബെഡിൽ. അവൻ്റെ അമ്മ ഒരാളുടെ മനസ്സാന്നിധ്യത്തിലാണ് ആ കുടുംബം നിലനിൽക്കുന്നതെന്ന് എൻ്റെ മമ്മി പറയാറുണ്ട്. സോറി സോനു. ഗോവിന്ദ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സോമുവിനോടൊന്നും പറയണ്ട, വണ്ടി ഓടിയാകുന്നു. സാനന്ദ് തിരിച്ചു ചെന്നപ്പോൾ അപ്പു ചോദിച്ചു. എന്താ സാനന്ദേട്ടാ, ഫ്രണ്ടിൻ്റെ പേഴ്സണൽ റൊമാൻസ് തന്നെടാ. അവൻ കണ്ണടച്ച് ചിരിച്ചു. അവൻ പട്ടരല്ലേ. അവന് പരമകുടിയിൽ ഒരു മുറപ്പെണ്ണുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു 13കാരി. ജാതി മല്ലിയെന്ന് പേര്. നിന്നെപ്പോലെ വയസ്സിന് മൂത്തോരെയൊന്നും പ്രണയിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പുവിൻ്റെ മുഖം ഇരുണ്ടു. പെട്ടെന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് മടങ്ങി. ഡാ, സാനന്ദ് വിളിച്ചു. അപ്പു നിൽക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. താഴെ തൻ്റെ മുറിയിൽ കടന്ന് അവൻ കിടക്കയിൽ കമിഴ്ന്നു. സപ്പർ തയ്യാറായപ്പോൾ ഉമ മകൻ്റെ മുറിയിലെത്തി. എന്താ പൂസേ കിടക്കുന്നത്? എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇഷ്ടം പോലെ കിടക്കാമല്ലോ. അതെന്തിനാ കിടക്കുന്നത്? നിൻ്റെ പഴയ ഗെയിംസൊക്കെ ആരംഭിച്ചൂടെ? ഒന്നിനും ഒരു മൂഡില്ലമ്മ. എന്തു പറ്റി? ഒരാഴ്ചയായി നീ സൈലൻ്റ് ആണല്ലോ. നിന്നെ മിലി വിളിക്കാറില്ലേ? മറുപടി പറയാതെ അവൻ തിരിഞ്ഞു കിടന്നു. അതോടെ ഉമ ആ കിടക്കയിലിരുന്നു. അപ്പു, അവൾ ആ ചുമലിൽ കൈയിട്ട് വിളിച്ചു. പെട്ടെന്ന് അപ്പു ആങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഉമയ്ക്ക് പരിഭ്രമമായി. മോനു, അവൾ അവൻ്റെ ദേഹത്ത് പിടിച്ച് കുലുക്കി. എന്താ മക്കളെ? എന്താണെങ്കിലും അമ്മയോട് പറയേ. ഒന്നുമില്ല. അപ്പു മുരണ്ടു.
അതല്ല, എന്തോ ഉണ്ട്. പറയാൻ വിഷമമാണെങ്കിൽ പറയണ്ട. മോനെ എഴുന്നേറ്റ് വരൂ, നമുക്ക് സപ്പർ കഴിക്കാം. അച്ഛനും വിശപ്പ് വന്നിട്ടുണ്ടാവും. നീ കൊടുത്താലല്ലേ അച്ഛൻ കഴിക്കൂ. അച്ഛനോടും അമ്മയോടുമൊക്കെ ഞാൻ തെറ്റാ ചെയ്തത്. എന്ത് തെറ്റ്? ഉമ്മ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ തെറ്റ് ചെയ്യാൻ നിനക്ക് കഴിയുമോ അപ്പോൾ? ഞാൻ ചെയ്തതൊക്കെ തെറ്റാ. അമ്മയുടെ മടിയിലേക്ക് മുഖമടച്ച് അവൻ ഉച്ചത്തിൽ കരഞ്ഞു. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാൻ വേണ്ടിയാ അമ്മുവിനെ നിർബന്ധിച്ച് സിൻഡ്രല്ലാൻഡിയെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. കരഞ്ഞുകൊണ്ട് അപ്പു ഏറ്റു പറഞ്ഞു. പാവമായിരുന്നു സിൻഡ്രല്ലാൻഡി. അവർ നമ്മളെ ശപിച്ചിട്ടുണ്ടാവും. സിൻഡ്രല്ലാൻഡി പോയതുകൊണ്ടല്ലേ അച്ഛന് അമ്മുവിനെ ഹോസ്റ്റലിലാക്കേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് അമ്മുവിനെ നഷ്ടപ്പെട്ടത്. അമ്മുവിനെ കാണാഞ്ഞല്ലേ അച്ഛൻ സ്വയം അപകടത്തിൽ ചെന്ന് ചാടിയത്. അതേ മോനെ, ഉമ്മ മകൻ്റെ ചുമലിൽ കഴുകി. സിൻഡ്രല്ല ആ വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ അമ്മുവിന് സഹായമായിരിക്കുമെന്ന് മോൻ്റെ അടുത്ത് അമ്മ പലകുറി പറഞ്ഞതാണല്ലോ. മോൻ അത് വിശ്വസിച്ചില്ല. സിൻഡ്രല്ലാൻഡിയെ അച്ഛൻ ഭാര്യയാക്കുന്ന നിതാൻ്റിയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് സിൻഡ്രല്ലാൻഡി അമ്മുവിനോട് രണ്ടാനമ്മപ്പോര് കാണിക്കുമെന്നും അമ്മുവിനെ അവർ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ. കുട്ടികളുടെ മനസ്സിലേക്ക് ആളുകൾ വിഷം കുത്തിവയ്ക്കുന്നത് അച്ഛനമ്മമാർക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ല. അപ്പോൾ അമ്മ പോയ ശേഷമാണ് ഞാൻ മിലിയുമായി കൂട്ടായത്. അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ആദ്യം അവൾക്കതിൽ നല്ല പ്രൗഡായിരുന്നു. പിന്നീട് എതിര് പറയാൻ തുടങ്ങി. അതെന്താ? മോൻ അവളോട് മോശമായി പെരുമാറിയോ? അതോ അവളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചോ? അങ്ങനെ ഒന്നുമില്ല അമ്മേ. ഞങ്ങളുടെ റിലേഷൻ പുറത്തറിയുന്നത് അവൾക്ക് പേടിയായി. അതിന് അവളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മോനെ? ഇത് അമേരിക്കൻ ഐക്യനാടുകളൊന്നുമല്ലല്ലോ. കേരളത്തിലെ ഒരു കൊച്ചു ടൗണല്ലേ. അച്ഛനും അമ്മയും അറിയുന്നതിൽ അവൾക്ക് ബുദ്ധിമുട്ട് കാണും. എല്ലാത്തിനും ഉപരി അവളൊരു പെൺകുട്ടിയല്ലേ. ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന വാർത്ത വരുന്നത് കുടുംബത്തിന് ചീത്തപ്പേരാവില്ലേ? നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും രണ്ട് നിയമപ്പോ. ആൺകുട്ടികളെ അഫക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും പെൺകുട്ടികളുടെ ജീവിതം തകർക്കും. ഒരു യുവതി ലിവിങ് ടുഗദറിന് സന്നദ്ധയാവുന്നത് പോലും അവളുടെ കുടുംബത്തിന് നീണ്ട അപമാനമാവുമെന്ന് അമ്മ മനസ്സിലാക്കി. 2-3 നിമിഷം അമ്മയുടെ മുഖത്തേക്ക് നിർനിമേഷം നോക്കി നിന്ന് കിടന്ന ശേഷം അവൻ മുഖം തിരിച്ചു. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, അതൊന്നുമല്ല അമ്മ റീസൺ. അവൾക്ക് എന്നെ വേണ്ടതായി. ചെറിയൊരു നടുക്കത്തോടെ സ്നേഹിതയായ സൈക്കാട്രിസ്റ്റ് ഹേമാംബിക പറഞ്ഞ വാചകം ഉമ്മയുടെ ഓർമ്മയിലെത്തി. ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഈ ബന്ധം ഡ്രോപ്പാവാം. തടസ്സം പറഞ്ഞാൽ അവർക്ക് വാശിയും വരാം. അവളുടെ ഉള്ളിൽ നേരത്തൊരു സന്തോഷം നിറഞ്ഞു. 2 പേർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ബന്ധം വെറും ബാധ്യതയാ മോനെ. വിവേകമുള്ളയാളാണ് രണ്ടാമത്തെ കക്ഷിയെങ്കിൽ സന്തോഷമായി ഒഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ വീണ്ടും അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ ഒഴിഞ്ഞു കൊടുക്കണമെന്നാണോ അമ്മ പറയുന്നത്? അല്ലാതെ പിന്നെ നിന്നെ അവൾ ചുമക്കണോ? നമ്മളെ വേണ്ടാത്തവരെ നമ്മളും വേണ്ടെന്ന് വയ്ക്കണം. അതല്ലേ അഭിമാനം? എൻ്റെ ഫ്രണ്ട്സ് റോഷനും അമ്മോലും പറഞ്ഞത് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കണമെന്നാ. അപ്പൂ, ഉമ്മ നിലവിളിച്ചു പോയി. അമ്മയ്ക്കറിയുമോ? ഒരു പതർച്ചയും കൂടാതെയാണ് അവൻ അമ്മയെ അഭിമുഖീകരിച്ചത്. അവൾക്ക് മറ്റൊരു ഫ്രണ്ട് വന്നതോടെയാ അവൾ എന്നെ വേണ്ടെന്ന് വെച്ചത്. അവളുടെ ഒരു ഡിസ്റ്റൻറ്റ് കസിൻ, റോഹൻ എന്ന അവൻ്റെ പേര്. അവൻ എൻജിനീയറിംഗ് അവസാന വർഷമാണ്. അവളും സെയിം കോളേജിൽ ബിടെക്കിന് ശ്രമിക്കുക. നോ, അവൾക്ക് അവനെ കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ മുഖം ഞാൻ കത്തിക്കും. അപ്പൂ, സർവ്വനിയന്ത്രണവും തകർന്ന് അവൾ മകൻ്റെ കരുണ തടിച്ചു. പിന്നെ ഭ്രാന്ത് എടുത്ത മട്ടിൽ അവനെ തലങ്ങും വിലങ്ങോ കയ്യെ എത്തിയെടുത്തൊക്കെ തുരുതുര തല്ലി. മുഴുവൻ ശിക്ഷയും അക്ഷോഭ്യമായ മുഖത്തോടെ അപ്പു നിശബ്ദം സഹിച്ചു. ഒടുവിൽ ഉമ്മ തന്നെയാണ് തളർന്നത്. സങ്കടത്തിൽ അവൾ വിങ്ങിക്കരഞ്ഞു. നീ കത്തിക്കേണ്ടത് എന്നെയേ അപ്പു. 5 വർഷങ്ങൾക്ക് മുമ്പ് 2 കുട്ടികളുടെ അമ്മയായ ഞാൻ നിന്റെ അച്ഛനെ ഈ വീട്ടിൽ നിന്നേ തള്ളിക്കളഞ്ഞില്ലേ? അന്ന് അദ്ദേഹം എന്നെ ശിക്ഷിച്ചില്ല. എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചില്ല. ആ പിഴവ് നീ തിരുത്ത്. എന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ ശിക്ഷിക്കാൻ നോക്ക്. ആർക്കും ആരെയും ആരുടെയും നിർദ്ദേശപ്രകാരം സ്നേഹിക്കാനാവില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്വന്തം ഇച്ഛയാണ് സ്നേഹത്തെയും വെറുപ്പിനെയും എല്ലാം സൃഷ്ടിക്കുന്നത്. സ്നേഹിക്കാൻ കഴിയാത്തത് ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ അന്യരെ ദ്രോഹിക്കുന്നതും ശിക്ഷിക്കുന്നതും ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ്. അന്യരെ നാവുകൊണ്ട് ദുഷിക്കുന്നത് പോലും കുറ്റമാപ്പൂ. പൊടുന്നനെ അവൻ്റെ കണ്ണുകൾ തുളുമ്പി. അത് തുള്ളിയായി അടർന്ന് കവിളണ നനച്ചു. സത്യത്തിൽ മനുഷ്യനെ തമ്മിൽ അകറ്റുന്നത് പരദൂഷണമാ. പ്രണയിച്ചല്ല ഞാൻ എൻ്റെ അച്ഛനെ ജീവിത പങ്കാളിയാക്കിയത്. പരസ്പര ബഹുമാനത്തിൽ ആകർഷരായ ഞങ്ങളെ എൻ്റെ അമ്മ തെറ്റിദ്ധരിപ്പിച്ച് ബദ്ധശത്രുക്കളാക്കി. മകൾക്ക് ദാമ്പത്യം വേണമെന്നല്ല അമ്മ ആഗ്രഹിച്ചത്. മകളെ ചെൽപ്പടിയിൽ കിട്ടണമെന്ന് മാത്രമാണ്. എന്നിട്ടും ഞാനും ബാലുവും പരസ്പരം ചീത്ത വിളിച്ചില്ല, ആസിഡ് എറിഞ്ഞില്ല. മൃഗങ്ങളുടെ രീതിയാണ് അത് അപ്പൂ. എനിക്ക് മിലിയെ മറക്കാനാവാനിട്ടാണ് അമ്മേ. മറക്കാനാവാത്ത ആളിനെ ദ്രോഹിക്കുന്നതാണോ അപ്പൂ സ്നേഹം? അവൾക്ക് മാപ്പ് കൊടുത്തൂടെ നിനക്ക്? അപ്പുവിൻ്റെ മുഖം കുനിഞ്ഞു. നിന്റെ കൂട്ടുകാർ പറഞ്ഞതെന്ത്? ഇന്ന് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ബുദ്ധിയും വിവേകമുള്ളവർ മറ്റുള്ളവർ പറയുന്നതല്ല കോപ്പി ചെയ്യേണ്ടത്. സ്വന്തം മനസാക്ഷിയുടെ ഉപദേശങ്ങളാണ്. ചെയ്ത തെറ്റുകളുടെ കൂടെ ഒന്നുകൂടി കൂട്ടിവയ്ക്കാൻ നോക്കണ്ട അപ്പൂ. തിരുത്താൻ ശ്രമിക്കൂ. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഉമ്മ മകൻ്റെ കൈ കവർന്നു.
അമ്മ നിന്നെ ഒത്തിരി തല്ലി. അച്ഛൻ നിന്നെ എനിക്ക് വിട്ടു തന്നു പോയ ശേഷം ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോലുമില്ല. നീ കൂടി എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. പക്ഷേ നീയൊരു ക്രിമിനലായി മാറാൻ ഈ അമ്മ സമ്മതിക്കില്ല. അങ്ങനെ സംശയം തോന്നിയാൽ ഞാൻ ക്രിമിനലാവും നിന്നെ കൊന്നിട്ട്. അവൾ പുറത്തേക്ക് പോയി. അപ്പു കിടക്കയിലേക്ക് വീണു. അമ്മ പറഞ്ഞതിലെ ശരികൾ തപ്പിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. എന്നിട്ടും മിലിയെ വേണ്ടെന്ന് വയ്ക്കുന്നിടം വരെ എത്താൻ അപ്പുവിന് ആവുന്നില്ലായിരുന്നു. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അച്ഛൻ്റെ മുറിയിലെത്തി. അമ്മ അച്ഛന് ആഹാരം കൊടുക്കുകയായിരുന്നു. കട്ടിലിൻ്റെ ഗ്ലാസ്സിൽ തലയണകൾ ചാരി വെച്ച് അതിൽ താങ്ങിയിരുത്തിയാണ് ഉമ്മ ഭർത്താവിൻ്റെ വായിലേക്ക് സ്പൂൺ കൊണ്ട് ആഹാരം നൽകുന്നത്. ഓരോ തവണയും എന്ന് പറഞ്ഞ് അവൾ വായ തുറന്നു കാണിക്കുമ്പോഴേ ബാലു വായ തുറക്കുകയുള്ളൂ. കുറേ നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് ആ ഒരു ടെക്നിക്ക് അയാളിൽ പ്രയോജനപ്പെട്ടത്. തൻ്റെ മുമ്പിലിരിക്കുന്നത് തൻ്റെ മക്കളേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറിയ കുഞ്ഞാണെന്നാണ് ഉമ്മയ്ക്ക് തോന്നാറുള്ളത്. അത്രയ്ക്കും ബാലുവിനോട് അവൾക്ക് വാത്സല്യവുമുണ്ട്. ഇപ്പോഴാണ് ഭർത്താവ് തൻ്റെ മാത്രം സ്വന്തമായതെന്ന് ഉമ്മ കരുതുന്നു. അച്ഛന് ഞാൻ കൊടുക്കട്ടെ അമ്മേ? അപ്പു തിരക്കി. അത് ഞാൻ പറഞ്ഞതാണല്ലോ മോനോട്. നീ വരാതിരുന്നത് കൊണ്ടല്ലേ അമ്മ കൊടുത്തത്. എങ്കിലും ഞാൻ കൊടുക്കാം. അവൻ പ്ലേറ്റ് സ്പൂണും വാങ്ങി. അപ്പു പറഞ്ഞു. പറഞ്ഞ നിമിഷം തന്നെ ബാലു വായ തുറന്നു. ഒരു ശിശുവിൻ്റെ ഭാവമായിരുന്നു ആ മുഖത്ത്. അത് കണ്ട് ഉമയുടെ കണ്ണുകൾ നിറഞ്ഞു. കഥ തുടരും.